ഇലയട. കഥ എഴുതിയത് വി ബ്രൈറ്റി. മഴ പെയ്യുകയായിരുന്നു ചന്നം ഭിന്നം. നീളൻ വരാന്തയിലെ ചിത്രപ്പണി ചെയ്ത കരിങ്കൽ തൂണുകളിൽ ഒന്നിൽ ചാരി ഞാൻ ഇരിപ്പു തുടങ്ങിയിട്ട് നേരം ഏറെയാകുന്നു. വയലിന് നടുവിലൂടെയുള്ള ചെമ്മൺ പാതയിലൂടെ എത്തുവാൻ പോകുന്ന വെളുത്ത കാർ മഴനൂലുകളെ വകഞ്ഞുമാറ്റി എത്തുന്നത് പലവട്ടം മനസ്സിലൂടെ കടന്നുപോയി. മഴയത്തെ കുട്ടി വരൂ. എത്ര നേരായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് എന്നറിയോ? ദേവു ആണ്. അടുക്കളയിലെ ധൃതി പണിക്കിടയിലും ഇടയ്ക്കിടെ പൂമുഖത്തേക്ക് ഓടി വന്ന് എത്തി നോക്കി വീണ്ടും അടുക്കളയിലേക്ക്. കുറച്ച് ഇലയെടുത്ത് തരുമോ? കുട്ടിക്ക് ഇലയട ഉണ്ടാക്കാന്ന് കരുതി. എത്ര ഈസായിട്ടുണ്ടാവും എന്തേലും നേരെ ചൊവ്വെ കഴിച്ചിട്ട്. ചക്കപ്പഴം വരട്ടിയത് വച്ചുണ്ടാക്കുന്ന ഇലയട അവൾ കഴിക്കണ കാണണ തന്നെ ഒരു ചന്താണ്. എൻ്റെ വഴിക്കണ്ണ് കണ്ടിട്ട് വല്ലായ്മ തോന്നിയിട്ട് തന്നെയാണ് ഓരോ ജോലികൾ എന്നെ ഏൽപ്പിക്കണേന്ന് നന്നായി അറിയാം. വരുമെന്നറിയിച്ച പഠിക്കൽ തന്നെ അച്ഛനും അമ്മയും ഉണ്ടാവണം. അതൊരു പതിവാണ്. ഒതുക്കുകല്ലുകൾ ഇറങ്ങി തൊടിയിലെ പൂവൻ വാഴയിൽ നിന്നും വാഴയില അടർത്തുമ്പോഴും പടിക്കലേക്കുള്ള നോട്ടം മാറ്റിയില്ല. മൂടിക്കെട്ടി നിൽക്കുന്ന ആകാശത്തിനും എന്തോ പറയാനായുന്ന ഭാവം. ഇലയടർത്തുമ്പോൾ ചിൽ ചിൽ ശബ്ദത്തോടെ ഒരു അണ്ണാറക്കണ്ണൻ വാഴയുടെ അരികത്തായി നിന്ന പേരയിലേക്ക് ചാടി മറഞ്ഞു. പോവുന്ന പോക്കിൽ 5-6 ഇളം മഞ്ഞ നിറത്തിലുള്ള മുഴുത്ത പേരയ്ക്കകളും താഴേക്കടർത്തിയിട്ടു. കൊമ്പുകൾ തോറും ചാടി മറിയുന്ന അണ്ണാറക്കണ്ണിനെ പോലെയായിരുന്നു കുട്ടി. പേരയുടെ ഏറ്റവും അറ്റത്തെ കൊമ്പിലിരുന്നവൾ കൊഞ്ഞണം കുത്തുന്നത് വടിയുമായി എത്രയോ തവണ താഴെ നിന്ന് ശകാരിച്ചത്. വടിയെടുത്താലും തല്ലില്ലെന്ന തിരിച്ചറിവിൽ താഴേക്ക് വരുമ്പോൾ തോളിൽ കൈയിട്ട് ഒപ്പമൊന്നു നടന്ന് വീണ്ടും പനനീർ ചാമ്പയുടെ കൊമ്പിലേക്കൊരു പാച്ചിൽ. അടുപ്പിലിട്ട് വേവിക്കണതൊന്നും വേണ്ടല്ലോ ഈ കുട്ടിക്കെന്ന ദേവുവിൻ്റെ പരാതി. കീറിയ ഇലയുമായി അടുക്കളയിലെത്തുമ്പോൾ ദേവു അടക്കി പൊടി കുഴച്ചിരുന്നു. ശർക്കരയിൽ വരട്ടിയെടുത്ത ചക്കപ്പഴവും പൊടിയും ചേർത്ത് ഇലയുടെ അറ്റം മടക്കി ത്രികോണാകൃതിയിൽ ഉണ്ടാക്കുന്ന ഇലയട അപ്പച്ചെമ്പിലേക്ക് വച്ചു മൂടി. ഇലയട തിന്നാനിരിക്കുമ്പോൾ പതുക്കെ അടർത്തി മാറ്റുന്ന വാഴയില ഒന്ന് മണത്ത് നോക്കിയിട്ട് അവൾ പറയും, ഇലയടയുടെ മണാണ് എൻ്റെ അമ്മക്കുട്ടിക്കെന്ന്. അടുക്കളയിൽ നിന്നിറങ്ങുമ്പോൾ പിന്നിൽ ദേവു വീണ്ടും ഓർമ്മിപ്പിച്ചു, മഴ കനക്കാതെ ആ കുട്ടി എത്തൂന്ന് തോന്നണുണ്ടോ? ശരിയാണ്. പാടത്തിൻ്റെ അങ്ങേപ്പുറത്ത് മഴയെത്തുമ്പോൾ കേൾക്കുന്ന ഇരമ്പത്തിനൊപ്പം എത്താനെന്ന പോലെ പൂമുഖത്ത് നിന്നൊരു പാച്ചിലാണ് ആ നീളൻ പാവാടക്കാരി. കൈകൾ മുകളിലേക്കുയർത്തി ആദ്യത്തെ മഴത്തുള്ളികൾ എനിക്കെന്ന മട്ടിൽ പാടവരമ്പിലൂടെ മഴയെ സ്നേഹിച്ച് വെയിലിനെ പേടിച്ച് വയൽവരമ്പിലെ മഞ്ഞിൽ വിരിയുന്ന കുഞ്ഞിളം പൂക്കളെ ലാളിച്ച് എൻ്റെ നിഴലായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അച്ഛനാന്ന് പറഞ്ഞ് ഒപ്പം നടക്കുമ്പോൾ തോളിൽ കൈയിട്ട്. ജോലി കഴിഞ്ഞെത്താൻ വൈകിയാൽ പടിക്കൽ എൻ്റെ ടോർച്ചിൻ്റെ ഇത്തിരി വെട്ടത്തിനായി കാത്തിരുന്ന് അത്താഴം ഉണ്ണുമ്പോൾ ആദ്യത്തെ ഉരുളയ്ക്കായി വായ് തുറന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അന്നന്നത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ്. പറയാതെ പോയ ഒരു വിശേഷം ഇടയിലില്ല എന്ന വിശ്വാസം തെറ്റിയ നാൾ. ഇലക്കീറിൽ പ്രസാദവുമായി അമ്പലത്തിൽ നിന്നും അവൾ എത്തിയപ്പോൾ പതിവില്ലാത്തൊരു തിളക്കം ആ കണ്ണുകളിൽ കണ്ടു. പടിക്കൽ കേട്ട ഏതോ താളത്തിലുള്ള സൈക്കിളിൻ്റെ മണിയടി ശബ്ദം. മറച്ചു പിടിച്ചിട്ടും മറയ്ക്കാനാവാത്തൊരു ചെറുപുഞ്ചിരി അവളുടെ മുഖത്ത് മിന്നിപ്പൊലിഞ്ഞതും കണ്ടു. അന്ന് വൈകുവോളം എൻ്റെ മുന്നിൽപ്പെടാതെ കഴിച്ചുകൂട്ടി. മുന്നിൽപ്പെട്ടാൽ കള്ളം പിടിക്കപ്പെടുമെന്ന ചിന്തയോ? അന്ന് പതിവുള്ള വിശേഷം പറച്ചിലുകളും ഉണ്ടായില്ല. അത്താഴം ഉണ്ണുമ്പോൾ ആദ്യത്തെ ഉരുളയ്ക്കായി എത്തിയില്ല. അന്വേഷിച്ചപ്പോൾ ദേവു പറഞ്ഞു, കുട്ടിക്ക് തലവേദനയാണത്രേ, നേരത്തെ കിടന്നു. ഒന്നും മിണ്ടിയില്ല. അന്ന് രാത്രി ഉറങ്ങാനായില്ല. ഒരു പോള കണ്ണടയ്ക്കാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു.
വല്ലാത്തൊരു ഭയം ഉള്ളിലേക്ക് എത്തി നോക്കും പോലെ. എല്ലാ അച്ഛന്മാർക്കും തോന്നാറുള്ളതാവും എന്ന് വെറുതെ മനസ്സിനെ സമാധാനിപ്പിച്ചു. ഇടയ്ക്ക് പുറത്തിറങ്ങി നടന്നു. പല പ്രാവശ്യം അവളുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നോക്കി. വീണ്ടും വന്നു കിടന്നു. ദേവുവിനോട് പറയാൻ തോന്നിയില്ല. എന്തോ വേണ്ടെന്ന് തോന്നി. എപ്പോഴോ മയങ്ങിയപ്പോൾ ഏതോ താളത്തിലുള്ള സൈക്കിളിൻ്റെ മണിശബ്ദം കേട്ടെന്ന തോന്നലിൽ ഞെട്ടിയുണർന്നു. കോളേജിലെ വിശേഷങ്ങൾ പറയാത്ത, ഒരുമിച്ചുള്ള അത്താഴമില്ലാത്ത 2 ദിനരാത്രങ്ങൾക്കപ്പുറം 3-ാം നാൾ പൂമുഖത്തെ തൂണിൽ ചാരിയിരിക്കുന്ന തൻ്റെ അടുത്തെത്തി. ഒന്നും മിണ്ടാതെ കുറേ നേരം ഒരേ ഇരിപ്പ്. കൊഴിഞ്ഞു വീഴുന്ന നിമിഷതലങ്ങൾക്ക് ഒരു കടലോളം പരപ്പുണ്ടെന്നും അതിനപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവർ തമ്മിൽ ജന്മങ്ങളുടെ അപരിചിതത്വം ഉണ്ടെന്നും തോന്നിപ്പിച്ചുകൊണ്ടേയിരുന്നു. സോറി അച്ഛാ എന്ന വാക്കിലൊതുക്കി സർവവും. തല കുനിച്ച് കടന്നു പോയതറിഞ്ഞു. പിന്നീടങ്ങോട്ട് അവൾ മാറുകയായിരുന്നു. മരം കയറാതെ, മഴയെ കയ്യെത്തിപ്പിടിക്കാനായി ഓടാതെ, എന്നാൽ അച്ഛനൊപ്പം അമ്മയ്ക്കൊപ്പം എന്ന് തോന്നിപ്പിച്ചുകൊണ്ട്. ഡിഗ്രി കഴിഞ്ഞപ്പോഴെത്തിയ വിവാഹാലോചന. അച്ഛൻ്റെ ഇഷ്ടം എന്ന ഒറ്റവാചകം. തണുത്ത കാറ്റ് ശക്തിയോടെ വീശി തുടങ്ങിയിരുന്നു. ഒപ്പം മഴയും. പനനീർ ചാമ്പയിൽ കൂടുകൂട്ടിയിരുന്ന പേരറിയാ കിളികൾ കലപില കൂട്ടാൻ തുടങ്ങി. ഉച്ചത്തിൽ ആൺകിളി എവിടെന്നോ വന്നെത്തിയ വേറൊരു പെൺകിളിയുടെ തൂവലുകൾ കോതി മിനുക്കുന്നത് കണ്ടു. പിന്നീട് ഒരുമിച്ച് പറന്നകലുന്നതും. കൂട്ടിൽ ഒറ്റയ്ക്കായി പോയ കുഞ്ഞിക്കിളിയുടെയും അമ്മയുടെയും ദീനശബ്ദം പലതും ഓർമ്മിപ്പിച്ചു. ഉദിച്ചു വരുന്ന ഓർമ്മകളിലൊരു കോടതി മുറിയും അതിൽ ഒറ്റപ്പെട്ടു പോയൊരു അമ്മയും കുഞ്ഞും തേങ്ങലടക്കി നിൽപ്പുണ്ട്. അന്നും മഴയായിരുന്നു. ആർത്തലച്ചു പെയ്യുന്ന തോരാമഴ. മകളും പേരക്കുട്ടിയുമായി വീട്ടിലെത്തുമ്പോഴും മഴ തോർന്നിരുന്നില്ല. പിറ്റേന്ന് മൂടിക്കെട്ടിയ ആകാശത്തിനു കീഴെ നനഞ്ഞ പുൽനാമ്പുകൾ ചവിട്ടി അവൾക്കൊപ്പം വയൽവരമ്പിലൂടെ നടക്കുമ്പോൾ അവളുടെ മുഖത്തെ നിസ്സംഗത കണ്ട് ഭയം തോന്നി. എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലുള്ള ഭാവം. അകലേക്ക് മിഴികൾ നട്ട് അവൾ പറഞ്ഞു തുടങ്ങി, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണച്ചാ, ഇവിടെ നിന്നാൽ ശരിയാവില്ല. മറുത്തൊന്നും പറഞ്ഞില്ല. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. നഗരാതിർത്തിക്കടുത്തുള്ള കൊച്ചു വാടക വീട്ടിലെ തുന്നൽ കടയിൽ ജീവിതത്തിനു മുന്നിൽ തൻ്റെയിടത്തോടെ നിന്ന് പൊരുതുകയായിരുന്നു എൻ്റെ കുഞ്ഞ്. ആ കൊച്ചു തുന്നൽക്കടയിൽ നിന്നും 20 വർഷങ്ങൾ കൊണ്ട് വലിയൊരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുമ്പോഴും നിസ്സംഗത തന്നെയായിരുന്നു മുഖമുദ്ര. ഒടുവിൽ ശ്രീമോൾ പറഞ്ഞാണ് അറിഞ്ഞത്, വീട്ടിൽ തനിച്ചാവുമ്പോൾ വെറുതെ പ്രവർത്തിപ്പിക്കുന്നൊരു തുന്നൽ മഷീനിലും അതിൻ്റെ മുരൾച്ചയിലും താളത്തിലും പലപ്പോഴും അവൾ അഭയം കണ്ടെത്തിയിരുന്നു എന്ന സത്യം. കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് പറഞ്ഞത്, എനിക്കൊരു യാത്ര പോണച്ചാ, തനിയെ. ഫോണൊന്നും കൊണ്ടുപോവില്ലാട്ടോ. അതിനു മുമ്പ് ശ്രീമോളെ എല്ലാം ഏൽപ്പിക്കണമെന്നുണ്ട്. ഒരു വല്ലായ്മയോടെയാണത് കേട്ടത്. തിരിച്ചൊന്നും പറയാതെ നിൽക്കുമ്പോൾ ഏതോ താളത്തിലുള്ള ഒരു സൈക്കിളിൻ്റെ മണിയടി ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കാൻ ഞാൻ ഏറെ കൊതിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു. നേർത്ത മഴനൂലുകൾക്കിടയിലൂടെ അവയെ വകഞ്ഞു മാറ്റിയെത്തുന്ന വെളുത്ത കാർ അവ്യക്തമായി കണ്ടു തുടങ്ങിയിരുന്നു. വഴിയിലേക്ക് ഇറങ്ങിച്ചെന്നു. കാർ അടുത്തെത്തിയിട്ടും പതിവുള്ള ഹോണടി കേട്ടില്ല. പോർച്ചിൽ കയറ്റിയിട്ട കാറിൽ നിന്നും കിളിരം കൂടിയ അപരിചിതനായൊരു യുവാവിറങ്ങി ചാവി നീട്ടുമ്പോൾ ആകെ അങ്കലാപ്പിലായി. ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അച്ഛനല്ലേ? ധൃതിയിൽ നടന്നകലുന്ന അവനെ നോക്കി നിൽക്കെ വിറയ്ക്കുന്ന കൈകളിലിരുന്ന ചാവിക്കുമേൽ ഉപ്പുരസമുള്ള ജലഗണങ്ങൾ താടിയിലൂടെ നരച്ച രോമങ്ങൾക്കിടയിലൂടെ ഇറ്റുവീണു തുടങ്ങിയിരുന്നു. ഒപ്പം പൂമുഖത്തേക്ക് എത്തി നോക്കാനായുന്ന ഇലയടയുടെ ഗന്ധവും.